ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മാറ്റപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സൃഷ്ടാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പ്രപഞ്ചത്തിന് മുഴുവൻ സൃഷ്ടാവാണ് ദൈവം. അവൻ മാറ്റമില്ലാത്തവനാണ്. ഇന്നും അവൻ്റെ സൃഷ്ടിപരമായ ശക്തി കുറഞ്ഞിട്ടില്ല. നിങ്ങൾക്കായി എല്ലാം പൂർണ്ണമായി സൃഷ്ടിക്കാൻ അവന് കഴിയും. ദൈവം തൻ്റെ വചനമയച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, സൂര്യനെയും ചന്ദ്രനെയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവം മനുഷ്യനെ രൂപപ്പെടുത്തിയപ്പോൾ അവൻ വളരെ വ്യത്യാസമായ ഒരു കാര്യം ചെയ്തു. തിരുവെഴുത്ത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന്. ദൈവം നിങ്ങളെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ നിങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവാണ്. സൃഷ്ടിയുടെ ദിവസത്തിനു ശേഷം അവൻ്റെ സൃഷ്ടിപരമായ ശക്തികൾ നിലച്ചുവെന്ന് നാം ഒരിക്കലും കരുതരുത്. ദൈവമായ കർത്താവ് ദൂതന്മാരുടെ ഭക്ഷണമായ മന്നയെ മരുഭൂമിയിലെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് അയച്ചു. ദൈവം അത് സൃഷ്ടിച്ച് മനുഷ്യർക്കായി അയച്ചു. തൻ്റെ മക്കൾ മാംസം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം കാടകളെ സൃഷ്ടിച്ച് അവർക്ക് അയച്ചു. വെറും 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകാൻ അവൻ എങ്ങനെ കഴിയും? എല്ലാത്തിനും കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ ശക്തിയാണ്. ഹൃദയം തകർന്ന യോനാ പ്രവാചകനോട് കർത്താവിന് അനുകമ്പ തോന്നി. കർത്താവായ യഹോവ യോനയുടെ ശിരസിന് തണലാകേണ്ടതിന് അവനെ അവന്റെ ദുരിതത്തിൽ നിന്ന് വിടുവിക്കാൻ ഒരു ആവണക്കിനെ മുളപ്പിച്ചു. ഇത് യോനാ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. യോനയുടെ അടുത്ത് പെട്ടെന്ന് ചെടി ഉയർന്നു വന്നത് എങ്ങനെ? യോനയ്ക്ക് തണലാകാൻ കഴിയുന്ന ഒരു വൃക്ഷമായി അത് എങ്ങനെ അതിവേഗം വളർന്നു? എല്ലാത്തിനും കാരണം ദൈവത്തിന്റെ സൃഷ്ടിപരമായ ശക്തിയാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുമ്പോൾ ദൈവം എങ്ങനെയാണ് മേഘസ്തംഭവും അഗ്നിസ്തംഭവും കൊണ്ടുവന്നത്? ഇവയെല്ലാം ഉണ്ടായത് നമ്മുടെ സ്നേഹവാനായ ദൈവത്തിന്റെ സൃഷ്ടിപരമായ ശക്തിയാൽ മാത്രമാണ്. ദൈവമക്കളെ, ഇന്നും അവന്റെ സൃഷ്ടിപരമായ ശക്തി കുറഞ്ഞിട്ടില്ല. അവൻ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിപരമായ അത്ഭുതങ്ങൾ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 54-ാം അധ്യായം 5-ാം വാക്യം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 രാജാക്കന്മാർ 10-11 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 21-ാം അധ്യായം 20 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.